ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഹല്ലേലൂയയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നീ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി ഒത്തിരിയേറെ നമ്മുടെ ചുറ്റുവട്ടത്തും ഒത്തിരിയേറെ ടെക്നോളജികളും പുതിയ ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലുപരിയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളൊക്കെ ഒത്തിരിയേറെ അഡിക്റ്റായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ തമ്പുരാൻ നമുക്ക് തമ്പുരാനോട് കൂടുതൽ അടുത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 143:10. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കണമേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തമ്പുരാൻ നയിക്കുന്നു എന്ന് നമുക്കൊരു ബോധമുണ്ടെങ്കിൽ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവേ, നിരപ്പുള്ള നല്ല വഴിയിലൂടെ എന്നെ നയിക്കണമേ. കാരണം അനുദിന ജീവിതത്തിൽ നമ്മൾ എത്തപ്പെടാവുന്നത് പല വിധത്തിലുള്ള തമ്പുരാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത പല മേഖലയിലൊക്കെ ചെന്ന് ചാടാൻ സാധിക്കുക. ചില സാഹചര്യങ്ങൾ നമുക്ക് നിൽക്കാൻ നമുക്ക് അവിടെ അതിന് മറുപടി പറയുവാനായിട്ട്, അതിന് പ്രത്യുത്തരം നൽകുവാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ആ കൂട്ട് നിൽക്കുവേണ്ട ഒരു സാഹചര്യങ്ങൾ കൂടി നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്രയേറെ മോശപ്പെട്ട കാര്യങ്ങളാണ് ചുറ്റുവട്ടം നടക്കുന്നത്. കാരണം ഇന്ന് ചെയ്യുന്ന പാപങ്ങളെന്നൊരു മോശമായിട്ട് ആരും ചിന്തിക്കുന്നു പോലുമില്ല. അത് എന്തോ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്തയൊക്കെയാണ്. പഴയ തരത്തിലുള്ള ഉള്ളിലെ പാപത്തെ പറ്റിയുള്ള ഒരു പശ്ചാത്താപ മനോഭാവമൊന്നും പലരിലും കാണുവാൻ സാധിക്കുന്നില്ല. അതിനാൽ നമ്മൾ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള മേഖലയിൽ പെട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തമ്പുരാനോട് ഈ ഒരു പ്രാർത്ഥന സങ്കീർത്തനം 143:10 പറഞ്ഞ് ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ചെയ്തു പോയ അപരാധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവയോർത്ത് അനുദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ. യേശുവേ നാഥാ, അങ്ങ്